9ാമത്തെ വർഷം ബമ്പർ ടു ബമ്പർ യൂസ് ചെയ്യുന്നു. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അത് ഫോളോ ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ബമ്പർ ടു ബമ്പർ നമുക്ക് മാക്സിമം എത്ര വർഷം വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ആക്സിഡൻറ്റ് വന്നതിന് ശേഷം നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസിലാണ് ഓടുന്നതെങ്കിൽ നമുക്കതൊരു ഫുൾ കവർ ഇൻഷുറൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ബിനിൽ 123 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നിന്നും ഫുൾ കവറേജായി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? വിഷമത്തോടു കൂടി ഞാൻ ഇന്ന് ഇൻഷുറൻസ് പേ ചെയ്തേ. ഓക്കെ, ഇന്ന് ഇൻഷുറൻസ് പേ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഫുൾ കവർ ഇൻഷുറൻസ് അല്ല, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരിക്കും അപ്ഗ്രേഡ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിവേ, നമുക്കൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളൊരു വാഹനത്തിൽ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നമുക്കൊരു ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞൊരു വാഹനം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ചില കേസുകളിൽ. 15 വർഷം കഴിഞ്ഞാൽ പിന്നെ നോക്കുക വേണ്ട. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു വാഹനമാണെങ്കിൽ കുഴപ്പമില്ല. 15 വർഷമായാലും നമുക്ക് ഫുൾ കവറേജ് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. 15 വർഷം വരെ നമുക്കത് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഞാൻ ജസ്റ്റ് കൂടുതലൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. B2B ഇൻഷുറൻസ് കിട്ടുന്ന കാലം അത്രയും, അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. 9ാമത്തെ വർഷം ബമ്പർ ടു ബമ്പർ യൂസ് ചെയ്യുന്നു. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അത് ഫോളോ ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ബമ്പർ ടു ബമ്പർ നമുക്ക് മാക്സിമം എത്ര വർഷം വരെ കിട്ടുമോ ആ വർഷം വരെ നമ്മൾ ബമ്പർ ടു ബമ്പർ തന്നെ നമ്മുടെ വാഹനത്തിൽ എടുക്കാൻ ശ്രമിക്കുക. വേറെ ഒരു ഇൻഷുറൻസും, അതായത് ഒരു ഫുൾ കവറിലോട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറയും. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ആക്സിഡൻറ്റ് വന്നതിന് ശേഷം അന്നേരം അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് എപ്പോഴും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ബമ്പർ ടു ബമ്പർ തന്നെയാണ് ഇൻഷുറൻസ് എങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ബമ്പർ ടു ബമ്പർ എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വാഹനത്തിൻ്റെ 4 ചുറ്റുമുള്ള ഫോട്ടോസ് അത്യാവശ്യമാണ്. അങ്ങനെ 4 ചുറ്റുമുള്ള ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഫുൾ കവറിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു ക്ലെയിം ചെയ്യാൻ എന്നുള്ളൊരു പർപ്പസിലാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ തട്ടോ മുട്ടോ ചളുക്കോ അങ്ങനെ എന്തെങ്കിലും പെയിൻറ്റ് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫുൾ കവറിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻഷുറൻസ് ആ പഴയ ചളുങ്ങിയ പോർഷനിലോ അല്ലെങ്കിൽ പെയിൻറ്റ് പോയ പോർഷനിലോ നമുക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. ഇനി അത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് തേർഡ് പാർട്ടിയിൽ നിന്നും നമ്മൾ ഫുൾ കവറിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോക്കണ്ട, കിട്ടത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ വാഹനത്തിൽ തേർഡ് പാർട്ടിയാണുള്ളതെങ്കിൽ ഫുൾ കവർ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ കവർ എടുത്തിടുക. ഏതെങ്കിലും രീതിക്ക് വല്ല ക്ലെയിമോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് വലിയ പൈസ മുടക്കില്ലാത്ത രീതിയിൽ അത് കഴിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യുക.